ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ സൈഡ് ഡിഷാണ് കേട്ടോ ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്നതാണ് പച്ചക്കായ. ഇത് മൂപ്പത്താത്ത ചെറിയ കായകളാണ്. കായ വെച്ചിട്ടുള്ള തോരനാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ കായ നന്നായിട്ട് കഴുകിയ ശേഷം അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഈ കായകളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മുടെ നല്ല ജീരകമാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അതിന് ചൂടായി വന്നാൽ മാത്രം മതി. ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പൊടിച്ച വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ക്രഷ്ഡ് ചില്ലി അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുക്കാം. പച്ചക്കായ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളവും ചേർത്തിട്ട് നമ്മുടെ ഈ പച്ചക്കായ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ചേർത്ത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കാം. 3/4 കപ്പ് തേങ്ങ ചിരവിയത്, ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5 ചെറിയുള്ളി, അത് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത ചെറിയുള്ളിയും അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ ഈ അരപ്പിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്തൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ വാഴക്കയിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന തോരനാണ്. നമുക്ക് ഇതുപോലത്തെ മൂപ്പത്താത്ത പച്ചക്കായൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാക്കിയിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വളരെ ഔഷധ ഗുണമുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് തോരലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഉപ്പ് പോരായ്മയുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന തോരനാണ്. കൂടാതെ നമ്മൾ ഈ അരപ്പൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ തോരന് വളരെയധികം ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്